ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ന്യൂയോർക്ക് നഗരത്തിൽ അണുബോംബ് വീഴുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. ഭീകരമായ ഒരു കാഴ്ച കണ്ട് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്ന ആളുകൾ രക്ഷപ്പെടാനായി ഓടുകയാണ്. സ്ഫോടനങ്ങൾ മൂലം ആളുകൾ ബേസ്മെൻറ്റിലേക്ക് ഓടി രക്ഷപ്പെടാൻ നിർബന്ധിതരായി. ആളുകൾ കൂട്ടമായി കയറാൻ തുടങ്ങിയതോടെ അവിടുത്തെ കാവൽക്കാരനായ മിക്കി ബേസ്മെൻറ്റിൻ്റെ ഡോറ് അടയ്ക്കാനൊരുങ്ങി. അതിനാൽ തന്നെ ആകെ 8 പേർക്ക് മാത്രമേ അതിനകത്തേക്ക് കടക്കുവാനായി സാധിച്ചിരുന്നുള്ളൂ. മിക്കി ആ ഒരു ബങ്കറിനകത്തുണ്ടായിരുന്ന ജനറേറ്ററുകളും ലൈറ്റുകളും ഓണാക്കി. അവിടുത്തെ ഇടുങ്ങിയ സാഹചര്യങ്ങളുമായി സംഘം പൊരുത്തപ്പെട്ടു. റേഡിയേഷൻ ശമിക്കുന്നതുവരെ ഒരു കാരണവശാലും വാതിൽ തുറക്കരുതെന്ന് മിക്കി അവിടെ ഉണ്ടായിരുന്നവർക്ക് നിർദ്ദേശം നൽകി. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നതിനനുസരിച്ചായിരിക്കുമെന്നും മിക്കി ഏവരെയും അറിയിച്ചു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന കൊച്ചു പെൺകുട്ടിയായ വെൻഡി തനിക്കിവിടെ താമസിക്കാൻ താല്പര്യമില്ലെന്ന് മിക്കിയോട് പറയുകയാണ്. അത് കേട്ട് മിക്കി പുറത്തുപോയാൽ മോളുടെ മുഖം ഉരുകിപ്പോകുമെന്ന് പെൺകുട്ടിക്ക് മറുപടി നൽകി. അവൻ്റെ മറുപടി കേട്ട് അവൾ കുട്ടിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വെൻഡിയുടെ അമ്മയായ മെർലിൻ മിക്കിയെ ശകാരിച്ചു. അത് ആണവായുധം തന്നെയാണോ എന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന സാം മിക്കിയോട് ആരാഞ്ഞു. മറ്റു വംശക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതേ എന്ന് മിക്കി മറുപടി നൽകി. ഈ അവസ്ഥയിൽ നിന്നും കരകയറാനുള്ള തൻ്റെ പദ്ധതി എന്താണെന്ന് ഡെൽവിൻ മിക്കിയോട് ചോദിച്ചു. നിങ്ങൾക്ക് അതിജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ എന്നായിരുന്നു ഇത് കേട്ടുള്ള മിക്കിയുടെ മറുപടി. ആരുടെയെങ്കിലും മൊബൈലിൽ സിഗ്നലുണ്ടോ എന്ന് കൂട്ടത്തിലുണ്ടായിരുന്നവ ഏവരോടും ആരാഞ്ഞു. ഞാൻ ഇതിനോടകം തന്നെ ശ്രമിച്ചു കഴിഞ്ഞെന്നും സിഗ്നലൊന്നുമില്ലെന്നും വിഷമത്തോടെ കൂട്ടത്തിലുണ്ടായിരുന്ന അഡ്രീൻ എന്ന യുവാവ് അവൾക്ക് മറുപടി നൽകി. ഈ സമയത്ത് മിക്കി ഒരു റേഡിയോ ഡെൽവിനു നേരെ എറിയുകയാണ്. മിക്കി പിന്നീട് ഏവർക്കും അവിടെ ഉണ്ടായിരുന്ന മുറികളെല്ലാം കാണിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം മെത്തകളുള്ളതെന്ന് അവർ മിക്കിയോട് ചോദിച്ചു. ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൂപ്പർവൈസറാണെന്നും അതുകൊണ്ടാണെന്നുമായിരുന്നു മിക്കിയുടെ മറുപടി. പിന്നീട് മിക്കി അവിടുത്തെ ടോയ്ലറ്റ് ഏവർക്കും കാണിച്ചു കൊടുത്തു. അത് വളരെ വൃത്തിഹീനമായ അവസ്ഥയിലാണെന്ന് ബോബി മിക്കിയോട് പറഞ്ഞു. ഇതിൽ വെള്ളം ഉപയോഗിക്കാറില്ലെന്നും അതുകൊണ്ടാണെന്നും മിക്കി അവന് മറുപടി നൽകി. മിക്കി പിന്നീട് താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ ഏവർക്കും കൈമാറി. ഈ ഒരു സമയത്തും ഡെൽവിൻ റേഡിയോ വഴി ആരെങ്കിലുമായി കോൺടാക്റ്റ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തങ്ങളിവിടെ കുടുങ്ങിപ്പോയെന്ന് അവരേവരും വേദനയോടെ തിരിച്ചറിയുകയാണ്. എത്ര കാലം ഇവിടെ തങ്ങേണ്ടി വരുമെന്ന് അവർ മിക്കിയോട് ചോദിച്ചു. ഞാൻ പറയുന്നിടത്തോളം കാലം എന്നായിരുന്നു അത് കേട്ടുള്ള മിക്കിയുടെ മറുപടി. ഇത് കേട്ട് സംഘത്തിലുണ്ടായിരുന്ന ജോഷും ബോബിയും അവിടെ നിന്നും പുറത്തു പോകാമെന്ന് തീരുമാനിച്ചു. അത് കണ്ട് ദേഷ്യത്തോടെ മിക്കി തൻ്റെ കോടാലിയെടുത്ത് ജോഷിന് നേരെ വീശി. ഈ ഒരു സംഭവത്തോടെ ബോബിക്കും ജോഷിനും മിക്കിയോട് ശത്രുതയുണ്ടായി. കൂട്ടത്തിലുണ്ടായിരുന്ന സാമിന് ഇവയെ ഇഷ്ടമായിരുന്നു. നമ്മൾ ഈ പ്രതിസന്ധി അതിജീവിക്കുമെന്ന് സാമ് ഇവയോട് പറഞ്ഞു. ഒരേ ബിൽഡിങ്ങിലാണ് താമസിച്ചിരുന്നതെങ്കിലും അക്കൂട്ടത്തിലുണ്ടായിരുന്ന അഡ്രീൻ എന്ന യുവാവിനെ ഇവയ്ക്ക് തീരെ അങ്ങ് താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് മിക്കി അവിടെ ഉണ്ടായിരുന്ന ബീൻസ് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് എല്ലാ ദിവസവും ഒരേ കറി തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ജോഷ് പരാതി പറഞ്ഞു. അത് കേട്ട് ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്ന സാധനങ്ങളാണ് നിങ്ങൾക്ക് ഭക്ഷിക്കാനായി തരുന്നതെന്നും പറഞ്ഞ് മിക്കി ദേഷ്യപ്പെട്ടു. പുറത്തേവരും കൊല്ലപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബീൻസിൻ്റെ പേരും പറഞ്ഞ് വഴക്കു കൂടുകയാണോ എന്നും ചോദിച്ചുകൊണ്ട് സാമ് ക്ഷുഭിതനായി. അത് കേട്ട് കോപാകുലനായ മിക്കി അവൻ്റെ മുഖത്തടിച്ചു. ഇത് കണ്ട് വെൻഡി എന്ന കുട്ടി പേടിച്ചുപോയി. അതോടെ മിക്കി തൻ്റെ വിരലുപയോഗിച്ച് ചെറിയൊരു മാജിക്ക് കാണിച്ച് അവളെ സമാധാനിപ്പിച്ചു. പിന്നീട് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വാതിൽക്കലിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. എത്രയും വേഗം ലൈറ്റുകൾ ഓഫ് ചെയ്യാനായി മിക്കി ആക്രോശിച്ചു. പുറത്തുനിന്നും ആരോ ആ ഒരു ബങ്കറിൻ്റെ വാതിൽ തുറക്കാനായി ശ്രമിക്കുകയാണ്. തങ്ങളെ രക്ഷിക്കാനെത്തുന്ന രക്ഷാപ്രവർത്തകരാണതെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നിരുന്നാലും ശത്രുക്കളാണോ എന്നുള്ള ഭയം മൂലം ഡെൽവിൻ പതിയെ പിന്നിലേക്ക് നീങ്ങി. പിന്നീട് വാതിൽ തുറന്ന് തോക്കുകളും റേഡിയേഷൻ ഡിറ്റക്ടറുകളും കയ്യിലേന്തി സ്യൂട്ടുകൾ അണിഞ്ഞ നിലയിൽ 4 പേർ അകത്തേക്ക് കയറി. അവർ വെൻഡിയുടെ അമ്മയായ മെർലിനെ തടഞ്ഞുകൊണ്ട് വെൻഡിയെ അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് അവിടെയുണ്ടായിരുന്ന ഏവരും പല ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും 4 അംഗ സംഘം ഒന്നിനും ഉത്തരം നൽകിയിരുന്നില്ല. 4 അംഗ സംഘത്തിലെ ഒരാൾ വെൻഡിയെ അവിടെ നിന്നും കൊണ്ടുപോയി. അതിനുശേഷം ബാക്കിയുള്ള 3 പേരും അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവർക്കു നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു. അക്രമി സംഘത്തിലെ ഒരാൾ അവിടെയുണ്ടായിരുന്ന വെള്ളം പിടിച്ചെടുത്തു. അക്രമികളിൽ ഒരാൾ പിന്നീട് ഒളിച്ചിരുന്നിരുന്ന ഇവയെ കണ്ടെത്തുകയാണ്. അതോടെ ഡെൽവിൻ ആ അക്രമിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയാണ്. ഇതേസമയം മിക്കി അക്രമി സംഘത്തിലെ മറ്റൊരാളെ കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു. മിക്കി പിന്നീട് ആ ഒരു അക്രമിയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പിടിച്ചു വാങ്ങി. പിന്നീട് മിക്കി അവശേഷിച്ച അക്രമിയെ കൂടി വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്.
ശേഷം മിക്കി ലൈറ്റുകൾ ഓണാക്കുകയും ചങ്ങല കൊണ്ട് വാതിൽ പൂട്ടുകയും ചെയ്തു. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന അഡ്രിയനെ അക്രമി സംഘത്തിൻ്റെ പക്കൽ നിന്നും വെടിയേറ്റിരുന്നു. ഇവ അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി. ഈ ഒരു സമയത്ത് അഡ്രിയൻ സ്നേഹത്തോടെ ഇവയെ നോക്കിയിരുന്നു. അവൾ പിന്നീട് അവിടെ നിന്നും സാമിൻ്റെ പക്കലേക്ക് പോയി. മിക്കി പിന്നീട് ടേപ്പ് ഒട്ടിച്ച് വാതിൽ കൂടുതൽ സുരക്ഷിതമാക്കി. അക്രമി സംഘം ആരായിരിക്കുമെന്ന് പിന്നീട് അവർ ചർച്ച ചെയ്യുകയാണ്. അവരുടെ സംസാരത്തിന് അമേരിക്കൻ ഉച്ചാരണം ഉണ്ടായിരുന്നുവെന്ന് ഡെൽവിൻ അഭിപ്രായപ്പെട്ടു. മൃതദേഹങ്ങൾ കണ്ട് അത് കൊറിയക്കാരായിരിക്കുമോ എന്നും അവർക്ക് സംശയമുണ്ടായിരുന്നു. ഒരു സമയത്ത് മകളെ കണ്ടെത്താനായി മെർലിൻ പുറത്തു പോകാനായി ശ്രമിക്കുകയാണ്. ഇത് കണ്ട അവരും ചേർന്ന് അവളെ പിന്തിരിപ്പിക്കാനായി ശ്രമിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് മെർലിൻ വളരെ ഭ്രാന്തമായ രീതിയിൽ പെരുമാറുകയാണ്. അതോടെ അവരേവരും ചേർന്ന് മെർലിനെ പൂട്ടിയിട്ടു. ഈ ഒരു സമയത്തും ഡെൽവിൻ പുറത്തുള്ളവരുമായി കോൺടാക്റ്റ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് അവൻ മിക്കിയുടെ കീശയിലുണ്ടായിരുന്ന ഒരു സോസേജ് കാണുന്നത്. അതേപ്പറ്റി ചോദിച്ചതോടെ മിക്കി അവനോട് ദേഷ്യപ്പെട്ടു. ബാക്കിയുണ്ടായിരുന്ന ഏവരും അവിടെ തമാശയെല്ലാം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മെർലിനെ പറ്റി ചിന്തിച്ച് സാമാകെ വിഷമത്തിലായിരുന്നു. പിന്നീട് ഇവ ഭക്ഷണവുമായി മെർലിൻ്റെ പക്കലേക്ക് ചെന്നു. ഒരു നേരത്ത് തനിക്ക് വേണ്ടത് തൻ്റെ മകളായ വെൻഡിയെ മാത്രമാണെന്ന് മെർലിൻ വിഷമത്തോടെ പറയുകയാണ്. അവളുടെ വിഷമം കണ്ട് വെൻഡിയെ തേടി പുറത്തു പോകാമെന്ന് സംഘം തീരുമാനമെടുത്തു. അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന ജോഷ് പുറത്തേക്കിറങ്ങാനായി അക്രമി സംഘത്തിൻ്റെ സ്യൂട്ട് എടുത്തണിഞ്ഞു. അങ്ങനെ ജോഷ് ബങ്കറിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങുകയാണ്. ഈ ഒരു സമയത്താണ് ആ ബങ്കർ ഒരു ലേബുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കുന്നത്. മുന്നോട്ടേക്ക് നീങ്ങിയ ജോഷ് സ്യൂട്ട് അണിഞ്ഞ നിലയിൽ നിരവധി ആളുകളെ അവിടെ കാണാനിടയായി. അവിടെ മനുഷ്യരുടെ ശരീരഭാഗങ്ങളും മറ്റും പരീക്ഷണങ്ങൾക്കായി കുപ്പികളിലാക്കി സൂക്ഷിച്ചു വെച്ചിരുന്നു. മറ്റൊരു മുറിയിലവൻ കുട്ടികളെ ഇൻക്യുബേറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാഴ്ച കാണുകയാണ്. അക്കൂട്ടത്തിൽ കണ്ണുകൾ ടേപ്പ് ചെയ്ത് വെച്ച നിലയിൽ വെൻഡിയും ഉണ്ടായിരുന്നു. ഈ നേരത്ത് ലാബിലുണ്ടായിരുന്ന മറ്റൊരാൾ അവൻ്റെ പക്കലേക്കെത്തി അവൻ്റെ ID പരിശോധിക്കുകയാണ്. അതോടുകൂടി ആ മനുഷ്യൻ ജോഷിൻ്റെ ഓക്സിജൻ ടാങ്കിൻ്റെ കേബിൾ കട്ടാക്കി. മറ്റു മാർഗമില്ലാതെ ജോഷ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. രക്ഷപ്പെടാനായി അവനെ അതിൽ കുറച്ചു പേർക്ക് നേരെ നിറയൊഴിക്കേണ്ടി വന്നിരുന്നു. ഭയന്നു കുറച്ചുള്ള ഓട്ടത്തിനിടെ ജോഷിൻ്റെ പക്കൽ നിന്നും തോക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഒരു വിധത്തിൽ ജോഷ് അങ്ങനെ ബങ്കറിലേക്ക് തിരിച്ചെത്തി. അവിടേക്കെത്തിയ ജോഷ് വിഷമത്തോടെ താൻ കണ്ട കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് വിവരിച്ചു. ഇതെല്ലാം കേട്ട് മെർലിൻ ആകെ തകർന്നു പോയിരുന്നു. കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ ജോഷ് മെർലിനോട് ക്ഷമ ചോദിച്ചു. അല്പസമയത്തിനകം തന്നെ വാതിലിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കാൻ ആരംഭിച്ചു. അക്രമി സംഘം ആ ഒരു വാതിൽ അവർ തുറക്കാതിരിക്കാനായി വെൽഡ് ചെയ്ത് വെക്കുകയായിരുന്നു. പതിയെ പതിയെ അവരേവരും ആ ഒരു ദുഷ്കരമായ ജീവിതവുമായി പൊരുത്തപ്പെടുകയാണ്. അതേനേരം അവർ കൊന്നിരുന്ന അക്രമി സംഘത്തിൻ്റെ മൃതദേഹങ്ങൾ അഴുകാൻ ആരംഭിച്ചിരുന്നു. ആ ദിവസങ്ങളിൽ പുറത്തേക്കിറങ്ങിയിരുന്ന ജോഷിൻ്റെ ശരീരത്തിൽ റേഡിയേഷൻ ഏറ്റിരുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവ അഡ്രിയൻ്റെ പക്കലേക്ക് ചൊല്ലുകയാണ്. അയൽക്കാരായി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ദുരന്തത്തിന് മുൻപുള്ള ദിവസങ്ങളെപ്പറ്റി അഡ്രിയൻ അവളോട് സംസാരിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്നും ഈ സമയത്ത് അവൻ ഇവയോട് പറഞ്ഞിരുന്നു. അവൻ്റെ സംസാരം ഇവയ്ക്കും ഇഷ്ടമായി. ഈ ഒരു സമയത്ത് സാം അവിടേക്ക് എത്തിയതോടെ അത് തടസ്സപ്പെട്ടു. പിന്നീട് അഴുകിത്തുടങ്ങിയിരുന്ന മൃതദേഹങ്ങൾ വെട്ടിനുറുക്കി ക്ലോസറ്റിലേക്ക് എറിയാമെന്ന് സംഘം തീരുമാനിച്ചു. അത് ചെയ്യാനായി മിക്കി ഒരു കോടാലിയെടുത്ത് ബോബിക്ക് നൽകുകയാണ്. മൃതദേഹങ്ങൾ വെട്ടിനുറുക്കിയതിനു ശേഷം കോടാലിക്ക് നല്ല മൂർച്ചയുണ്ടെന്ന് നിസ്സംഗമായ ഭാവത്തോടെ ബോബി മറ്റുള്ളവരോട് പറഞ്ഞു. ശേഷം അവർ ആ മൃതദേഹ ഭാഗങ്ങൾ ക്ലോസറ്റിലേക്ക് എറിഞ്ഞു. ദുഃഖത്തിലായിരുന്ന മെർലിൻ പിന്നീട് ബോബിയുമായി ചങ്ങാത്തം കൂടി. അങ്ങനെ ഇരിക്കെയാണ് ഡെൽവിൻ മിക്കിയുടെ മുറിയിൽ അവനെ കാണാനില്ലെന്നുള്ള വസ്തുത മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് അവൻ അവിടെ നിന്നും ഒരു ലോക്കറിൻ്റെ ശബ്ദം കേൾക്കാനിടയായി. എന്നാൽ അല്പസമയത്തിനു ശേഷം മിക്കി വീണ്ടും ആ ഒരു റൂമിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതോടെ ഡെൽവിൻ നീ എങ്ങനെ ഇവിടെ എത്തി, നിൻ്റെ പോക്കറ്റിൽ എന്താണുള്ളതെന്ന് അവനോട് ചോദിക്കുകയാണ്. അതോടെ ദേഷ്യത്തോടെ മിക്കി അവനെ തൻ്റെ റൂമിൽ നിന്നും പുറത്താക്കി വാതിലടച്ചു. ഡെൽവിൻ ഇക്കാര്യങ്ങളെല്ലാം അവിടെയുണ്ടായിരുന്ന ഏവരെയും അറിയിച്ചു. അതോടുകൂടി അവരേവരും മിക്കിയുടെ മുറിയിൽ തിരച്ചിൽ നടത്തുകയാണ്. ഇത് കണ്ട് നിങ്ങളെന്താണ് ചെയ്യുന്നതെന്ന് മിക്കി അവരോട് ചോദിച്ചു. ഇനി മുതൽ ഈ മുറി ഞങ്ങളുടേതാണെന്ന് ഡെൽവിൻ മിക്കിക്ക് മറുപടി നൽകി. നിങ്ങളീ ചെയ്യുന്നതിനെ നിങ്ങൾ ഖേദിക്കേണ്ടി വരുമെന്ന് മിക്കി ഭീഷണി മുഴക്കി. മിക്കി തങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിച്ചിരുന്നെന്ന്
ഈ ഒരു സമയത്ത് ഡെൽവിൻ കണ്ടെത്തി. കാരണം ഡെൽവിൻ്റെ കാണാതെ പോയിരുന്നൊരു പന്ത് അവിടെ നിന്നും കിട്ടിയിരുന്നു. അതേസമയം ആവട്ടെ ജോഷ് അവിടെ നിന്നും അവൻ്റെ പാത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ ഒരു സമയത്താണ് അവർ മിക്കിയുടെ റൂമിൽ ഒരു TV കാണുന്നത്. അതോടെ അവരേവരും സന്തോഷത്തോടെ TV കാണാൻ ആരംഭിച്ചു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ മെർലിൻ്റെയും ബോബിയുടെയും ബന്ധം ഊഷ്മളമാവുകയും അവർ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഈ സംഭവം ഈവയ്ക്ക് മനസ്സിലായി. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നോട് തുറന്നു പറയുവാനായി അവൾ മെർലിനോട് പറഞ്ഞു. കാലക്രമേണ ഇവിടെയുള്ള പുരുഷന്മാർ നിന്നെയും ആവശ്യപ്പെടുമെന്നും അതിനു മുൻപ് നീ ജോഷിനൊപ്പം കിടക്ക പങ്കിട്ടോളൂ എന്നും മെർലിൻ ഇവയോട് പറഞ്ഞു. ഭക്ഷണ സാധനങ്ങളുടെ ദൗർലഭ്യം മൂലം അവിടെ ഉണ്ടായിരുന്നവർ പിന്നീട് മിക്കിയോട് ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. തർക്കത്തിനിടെ മിക്കി തനിക്ക് നേരെ പാഞ്ഞു വന്ന ജോഷിനെ മർദ്ദിച്ചു. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ജോഷും ബോബയും അഡ്രീനും മിക്കിയുടെ അധികാരം അട്ടിമറിക്കാനായി ശ്രമിച്ചിരുന്നു. കാരണം മിക്കി എന്തോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് അവരേവരും വിശ്വസിച്ചിരുന്നു. സംശയത്തോടെ പിന്നീട് ഡെൽവിൻ മിക്കിയെ ആക്രമിക്കാനായി ചെല്ലുകയാണ്. ഈ സമയത്ത് ഡെൽവിൻ മിക്കിയുടെ റൂമിലുള്ള സുരക്ഷിതമായ മറ്റൊരറ കണ്ടെത്തുകയാണ്. അത് കണ്ടതോടെ ആ മുറി തുറന്ന് കാണിച്ചു തരാനായി ഡെൽവിൻ മിക്കിയോട് പറഞ്ഞു. ഈ രംഗങ്ങളെല്ലാം ഇവ ഒളിഞ്ഞു നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഡെൽവിൻ തോക്കു ചൂണ്ടിയതോടെ മനസ്സില്ലാ മനസ്സോടെ മിക്കി ആ ഒരു രഹസ്യറ തുറന്നു. അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചതോടെ മിക്കിയും ഡെൽവിനും തമ്മിൽ ഒരു സംഘട്ടനം അരങ്ങേറുകയാണ്. ഇതിനിടെ തോക്കിൽ നിന്നും വെടിപൊട്ടി ഡെൽവിൻ കൊല്ലപ്പെടുകയാണ്. വെടിയൊച്ചയുടെ ശബ്ദം കേട്ട് ബാക്കിയുള്ള ഏവരും അവിടേക്ക് ഓടിയെത്തി. താൻ സ്വരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് മിക്കി ഏവരോടും പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ബാക്കിയുള്ള ഏവരും ചേർന്ന് മിക്കിയെ ഒരു കസാരയിൽ കെട്ടിയിടുകയാണ്. ഈ സമയത്ത് ഇവ മിക്കി ഒളിപ്പിച്ചു വച്ചിരുന്ന തോക്ക് ജോഷ് ഉപയോഗിക്കുന്നത് തടയാനായി അത് സെപ്റ്റിക് ടാങ്കിലേക്കിട്ടു. ആ നാളുകളിൽ ജോഷിൻ്റെ മാനസിക നില താളം തെറ്റി തുടങ്ങിയിരുന്നു. ജോഷിനോടൊപ്പം ഭ്രാന്തനായ ബോബിയും മിക്കി പൂട്ടിയിട്ടിരുന്ന രഹസ്യ റൂമിൻ്റെ വാതിലിൻ്റെ കോഡ് ചോദിച്ച് അവനെ ക്രൂരമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു. അവർ ചെയ്യുന്ന ക്രൂരതകൾ അവിടെ ഉണ്ടായിരുന്ന മറ്റംഗങ്ങൾക്കൊന്നും തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ സമനില നഷ്ടപ്പെട്ടിരുന്ന ജോഷിനെയും ബോബിനെയും തടയാൻ ഏവർക്കും ഭയമായിരുന്നു. കോഡ് പറഞ്ഞു കൊടുക്കുവാനായി ജോഷും ബോബിയും ചേർന്ന് മിക്കിയുടെ ഒരു വിരൽ മുറിച്ചു മാറ്റി. അതോടെ വേദന സഹിക്കാനാവാതെ മിക്കി അവർക്ക് ആ വാതിലിൻ്റെ കോഡ് പറഞ്ഞു കൊടുത്തു. ക്രൂരമായ ഈ കാഴ്ചകളെല്ലാം കണ്ട് മെർലിൻ്റെയും മാനസിക നില താളം തെറ്റി തുടങ്ങിയിരുന്നു. ജോഷിൻ്റെയും ബോബിൻ്റെയും നേതൃത്വത്തിൽ പിന്നീട് അവരേവരും മിക്കിയുടെ ആ ഒരു രഹസ്യ റൂമിലേക്ക് കടന്നു. അതിനകത്ത് നിറയെ ഭക്ഷണ സാധനങ്ങളും വെള്ളവും ഉണ്ടായിരുന്നു. ബോബി പിന്നീട് മിക്കിയെ ഒരു റൂമിലേക്ക് മാറ്റി. പിന്നീട് മിക്കിയുടെ വിരലുകൊണ്ട് മാജിക് കാണിക്കുന്നതായി അവൻ മിക്കിയെ പരിഹസിച്ചു. പിന്നീട് അങ്ങോട്ട് ജോഷിൻ്റെ മാനസിക നില കൂടുതൽ വഷളാവുകയാണ്. ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ബോബിയും ജോഷും ചേർന്നാണ്. ആ ദിവസങ്ങളിൽ അവർ ശാരീരികമായും മാനസികമായും മെർലിനെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. ഈ നേരത്ത് ജോഷ് എനിക്ക് ഇവയെ വേണമെന്ന് വ്യക്തമാക്കുകയാണ്. ഇതെല്ലാം നിസ്സഹായതയോടെ കേട്ടു നിൽക്കാനേ സാമിനെ സാധിച്ചിരുന്നുള്ളൂ. ബോബിയുടെ കയ്യിൽ നിന്നും മെർലിനെ രക്ഷിക്കാനായി ഇവയും സാമും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കതിന് സാധിച്ചിരുന്നില്ല. ഇതെല്ലാം കണ്ട് തകർന്നു പോയ ഇവയെ സാമ് ആശ്വസിപ്പിക്കാനായി ചെല്ലുകയാണ്. ഈ സമയത്ത് അവൻ അവളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചതോടെ ദേഷ്യത്തോടെ അവൾ സാമിനെ തള്ളിമാറ്റി. ജോഷും ബോബിയും തന്നോട് ക്രൂരമായി പെരുമാറുന്നത് തൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോയതുകൊണ്ടാണോ എന്നുള്ള സംശയം മൂലം മെർലിൻ അമിതമായി മേക്കപ്പെട്ടു. പിന്നീട് ജോഷും ബോബിയും മാറി മാറി മെർലിനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗം ഇവ കാണാനിടയായി. ആ സമയത്ത് മെർലിൻ്റെ മാനസികാവസ്ഥ പൂർണ്ണമായും താളം തെറ്റിപ്പോയിരുന്നു. പിന്നീട് ജോഷും ബോബിയും ചേർന്ന് മെർലിനെ ക്രൂരമായി ആക്രമിച്ചു. പിന്നീട് പുറത്തേക്കിറങ്ങിയ മെർലിനെ അവർ അവിടെ നിന്നും വീണ്ടും പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. ഈ കാഴ്ച കണ്ട് വിഷമം തോന്നി ഇവയെ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അപകടമാണെന്നറിയാവുന്നതുകൊണ്ട് അഡ്രിൻ അവളെ തടഞ്ഞു. ഈ ഒരു രംഗം സാം കണ്ടിരുന്നു. പിന്നീട് ജോഷ് ഇവയെ സംസാരിക്കാനായി വിളിച്ചു. അവൻ അവൾക്ക് തൻ്റെ ഭക്ഷണം കഴിക്കാനായി നൽകി. ഇത് നമുക്ക് 3 പേർക്ക് കൂടിയുള്ളതാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു. അല്ലെന്നും മിക്കിക്ക് നൊയമ്പാണെന്നുമായിരുന്നു ഇത് കേട്ടുള്ള ജോഷിൻ്റെ മറുപടി. നിന്റെ ശരീരം വിൽക്കാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ ഭക്ഷണം തരാമെന്ന് ജോഷ് അവളോട് പറഞ്ഞു. പിന്നീട് അവർ മിക്കിയെ നിരീക്ഷിക്കാനായി ഇവയെ നിയോഗിച്ചു. ഈ സമയത്ത് തൻ്റെ മുറിയിൽ ഒരു തോക്കുണ്ടെന്ന് മിക്കി അവളോട് സ്വകാര്യം പറഞ്ഞിരുന്നു. ആ തോക്കെടുക്കാൻ സഹായിക്കാനായി ഇവ സാമിനോട് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ഇത് കേട്ട് സാമ് അവളെ ശകാരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം സാമ് ബോബിയുടെയും ജോഷിൻ്റെയും പക്ഷം ചേരുകയാണ്. അല്പസമയത്തിനു ശേഷം ഇവ അവരുടെ പക്കലേക്കെത്തി. ഈ ഒരു സമയത്ത് അവൾ അതിക്രൂരമായി മർദ്ദനമേറ്റ നിലയിൽ മെർലിനെ കണ്ടിരുന്നു.
പിന്നീട് അവർ ഇവയെ അവർക്കൊപ്പം ഇരിക്കാനായി ക്ഷണിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവർ അവളോട് സാമിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് അവൾ മറുപടി നൽകി. പിന്നീട് ജോഷും ബോബും അവളോട് മോശമായ രീതിയിൽ സംസാരിക്കാൻ ആരംഭിച്ചു. അതോടെ സാം അവരെ ഇരുവരെയും അനുനയിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. അതോടുകൂടി അവരിരുവരും സാമിനോടും തട്ടിക്കയറി. പിന്നീട് അവർ സാമിനോട് ഡെൽവിൻ്റെ ശരീരം കഷ്ണങ്ങളാക്കാനായി പറയുകയാണ്. എന്നാൽ ആ ഒരു കാര്യം ചെയ്യാൻ സാമിനെ തീരെ അങ്ങ് താല്പര്യമുണ്ടായിരുന്നില്ല. മറ്റു മാർഗമില്ലാതെ സാം ഡെൽവിൻ്റെ മൃതശരീരം വെട്ടിനുറുക്കാനൊരുങ്ങി. എന്നാൽ ഭീതി മൂലം സാമിന് അത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതോടെ ജോഷും ബോബിയും അത് ചെയ്യാനായി ഇവയെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ആ ഒരു ക്രൂരമായ കൃത്യം അവൾക്ക് ചെയ്യേണ്ടി വന്നു. ആ ദിവസങ്ങളിൽ അസുഖം മൂലം ജോഷിൻ്റെയും ബോബിയുടെയും മുടി കൊഴിഞ്ഞു പോയിരുന്നു. അക്കാരണം കൊണ്ട് തന്നെ അവരിരുവരും തല മുട്ടയടിച്ചു. സമനില തെറ്റിയിരുന്ന ബോബി പിന്നീട് ഒരു സ്ത്രീയുടെ വേഷം ധരിച്ച് മേക്കപ്പെട്ടു. ജോഷിനും അതേ മാനസികാവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ ദിവസങ്ങളിലാണ് ബങ്കറിൽ നിന്നും പുറത്തേക്ക് മറ്റൊരു വഴിയുണ്ടെന്ന് വിക്കി ഈവയെ അറിയിക്കുന്നത്. അത് സെപ്റ്റിക് ടാങ്കിനുള്ളിലൂടെയാണെന്ന് അവൻ അവളോട് പറഞ്ഞു. പിന്നീട് ഇവ വിക്കി പറഞ്ഞിരുന്ന ആ ഒരു തോക്ക് എടുക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ജോഷിൻ്റെയും ബോബിയുടെയും കണ്ണുവെട്ടിച്ച് അവൾക്കത് കൈക്കലാക്കാനായി കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്ന മെർലിൻ്റെ മൃതദേഹം ഭീതിയോടെ കാണുകയാണ്. അവരിരുവരും ചേർന്ന് അതിക്രൂരമായി അവളെ തല്ലിക്കൊന്നതായിരുന്നു. ആ ദിവസങ്ങളിലാണിവ തൻ്റെ മുടി കൊഴിയുന്നത് ശ്രദ്ധിക്കുന്നതും തനിക്കും ആ ഒരു സുഖം പടർന്നുവെന്ന് മനസ്സിലാക്കുന്നതും. വാതിലിൻ്റെ തകർച്ച മൂലം റേഡിയേഷനകത്തേക്ക് പ്രവേശിച്ചിരുന്നതായിരുന്നു ആ ഒരു രോഗത്തിൻ്റെ കാരണം. അതോടുകൂടി എത്രയും വേഗം അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് അവൾ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും തോക്ക് കണ്ടെത്താനായി അവൾ അങ്ങനെ ജോഷിനെ വശീകരിക്കുകയാണ്. ആ ഒരു സമയത്ത് തോക്ക് കണ്ടെത്താനായി ഇവ സാമിനെ നിയോഗിച്ചിരുന്നു. അങ്ങനെ ജോഷില്ലാത്തതൊക്കെ നോക്കി സാം ആ ഒരു രഹസ്യറ തുറക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ജോഷും ബോബിയും അതിൻ്റെ പാസ്വേഡ് മാറ്റിയിരുന്നതിനാൽ അവനതിന് സാധിച്ചില്ല. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് ബോബി സാമിൻ്റെ പക്കലേക്കെത്തി. ബോബി അവനെ ക്രൂരമായി പീഡിപ്പിച്ചു. ഇതേസമയം ജോഷിനെ ഇവയെ സംശയം തോന്നുകയും അവൻ അവളെ അടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൻ്റെ ആഗ്രഹം സാധ്യമായതിനു ശേഷം ബോബി സാമിന് രഹസ്യവാതിൽ തുറന്നു കൊടുത്തിരുന്നു. ഈ സമയത്ത് സാം മിക്കയോടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു തോക്ക് കണ്ടെത്തുകയാണ്. ഈ ഒരു കാഴ്ച ബോബി കണ്ടതോടെ പേടിച്ചിരണ്ട് സാം ആ തോക്ക് താഴേക്കിട്ടു. ബോബി അത് എടുക്കാനായി കുനിഞ്ഞതോടെ സാം അവനെ ചവിട്ടി. തോക്ക് കൈക്കലാക്കിയ സാം പിന്നീട് ബോബിയെ ഗൺ പോയിന്റിൽ നിർത്തി. ഇതേസമയം ജോഷ് ഇവയുമായി ബലമായി ബന്ധപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു. അവളുടെ കരച്ചിൽ കേട്ട് അഡ്രിൻ അവിടേക്ക് ഓടിയെത്തുകയും അവളെ രക്ഷിക്കുകയുമാണ്. അവിടെ ഉണ്ടായിരുന്ന ഏവരും സാമിനോട് ആ ഒരു തോക്ക് ആവശ്യപ്പെടുകയാണ്. തോക്ക് അഡ്രിന് നൽകാനായി ഇവ വിളിച്ചു പറഞ്ഞു. എന്നാൽ അഡ്രിനും ഇവയും പ്രണയത്തിലാണോ എന്ന് സാമിന് സംശയമുണ്ടായിരുന്നു. അതിനാൽ തന്നെ സാം ആ ഒരു തോക്ക് ഉപയോഗിച്ച് അഡ്രിനെ വെടിവെച്ചു കൊന്നു. അതോടെ തോക്കിനായി ജോഷും ബോബിയും സാമിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. എന്നാൽ അല്പസമയത്തിനകം തന്നെ ബോബി ജോഷിന് നേരെ തിരിയുകയാണ്. ഈ തക്കത്തിന് ഇവ അവിടെ കിടന്നിരുന്ന ഒരു തകരപാത്രത്തിൻ്റെ മൂടി ഉപയോഗിച്ച് ബോബിയെ കൊലപ്പെടുത്തി. ശേഷം ഇവ അവർ ബന്ധനസ്ഥനാക്കിയിരുന്ന മിക്കിയെ മോചിതനാക്കി. ഉടൻ തന്നെ മിക്കി അവിടേക്ക് ഓടി വന്നിരുന്ന ജോഷിന് നേരെ നിറയൊഴിച്ചു. ഏറെക്കാലം വീൽ ചെയറിലായിരുന്നതിനാൽ മിക്കിക്ക് പെട്ടെന്ന് ഓടി മാറാനായി സാധിച്ചിരുന്നില്ല. മരിക്കുമെന്നുറപ്പായതോടെ ജോഷ് അവിടെ ഉണ്ടായിരുന്ന വിളക്കുപയോഗിച്ച് ബങ്കറിന് തീ കൊളുത്തി. അതോടെ ജോഷിൻ്റെ ശരീരത്തിലേക്കും തീ പടർന്നിരുന്നു. അതോടെ മിക്കിയും സാമും തീ കെടുത്താനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു തക്കത്തിന് ഇവ അവിടെ നിന്നും രക്ഷപ്പെടാനായി തീരുമാനിച്ചു. അങ്ങനെ അവൾ വിക്കിയുടെ റൂമിലേക്ക് കയറി സ്യൂട്ട് കൈക്കലാക്കുകയും അത് പൂട്ടിയിടുകയും ചെയ്തു. അതിനാൽ തന്നെ മിക്കിക്കും സാമിനും അവളുടെ പക്കലേക്ക് എത്തിച്ചേരുവാനായി സാധിച്ചിരുന്നില്ല. ജോഷും ബോബിയും പാസ്വേഡ് മാറ്റിയിരുന്നതിനാൽ ഇനി അവർക്ക് രഹസ്യ റൂമിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കില്ല. ഈ ഒരു സമയത്ത് ഇവ സ്യൂട്ടണിഞ്ഞ് ടോയ്ലറ്റ് തകർത്ത് സെപ്റ്റിക് ടാങ്കിലേക്ക് ചാടിയിരുന്നു. ഇതേസമയം മിക്കിയും സാമുമാവട്ടെ ആ തീജ്വാലകൾക്കുള്ളിൽ കുടുങ്ങി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സെപ്റ്റിക് ടാങ്കിലൂടെ മുന്നോട്ടേക്ക് നീങ്ങിയവ പിന്നീട് തകർന്നു കിടന്നിരുന്ന നഗരത്തിലേക്ക് എത്തിച്ചേർന്നു. തകർന്നു കിടക്കുന്ന ന്യൂയോർക്ക് നഗരത്തിലേക്ക് വിഷമത്തോടെ നോക്കുന്ന ഇവയെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.